ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. നമ്മുടെ ടാറ്റ പഞ്ച് EV ഒരുപാട് പണികൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. EV കൊണ്ട് ലോങ് പോകാൻ പറ്റൂല എന്നാണ് ഒരുവിധ എല്ലാ ആൾക്കാർക്കൊക്കെ ആലോചന. കാരണം ചാർജിങ് സ്റ്റേഷനുകൾ എവിടെയൊക്കെ കിട്ടും ഒന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷനുകൾ നോക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ പ്ലഗ് ഷെയർ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ EV ചാർജിങ് സ്റ്റേഷനുകളിലും പോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓരോ ചാർജിങ് സ്റ്റേഷൻ്റെ കമ്പനികളിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വാലറ്റിൽ പൈസ കയറ്റി റീചാർജ് ചെയ്ത് അതിൽ ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. അങ്ങനത്തെ ഒരു അധോഗതിയാണ് ഈ EV ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷനും യൂസ് ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ശരിക്കും ഇവരെല്ലാവരും കൂടെ എന്തെങ്കിലും തരത്തിലൊന്ന് ഏകീകരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്കെല്ലാം കൂടെ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമൊക്കെ എന്തെങ്കിലും കാലത്ത് വരുമായിരിക്കും. അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമുക്ക് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് തിരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പ്ലഗ് ഷെയർ എന്നുള്ള വേറൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെ നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ളത് മാപ്പൊക്കെ വെച്ച് ചെയ്ത് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ആ റൂട്ടിലൂടെ നമുക്ക് പോകാനൊക്കെ പ്ലഗ് ഷെയർ യൂസ് ചെയ്യാം. എന്നാൽ ആ ചാർജറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരുടെ കമ്പനിയുടെ ചാർജിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്കതിൽ പൈസ കയറ്റിയിട്ട് വേണം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയും പിന്നെ പ്ലഗ് ഷെയർ വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ വളരെ കോൺഫിഡൻസുമായി അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ട് നേരെ കന്യാകുമാരി പിടിക്കാം. എപ്പോൾ എത്തും എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം 450-500 കിലോമീറ്ററൊക്കെയാണ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ടൈം കാണിക്കുന്നത് അവിടെ എത്തുന്ന അടുത്ത ദിവസം രാവിലെ 3 മണി 4 മണി എന്നൊക്കെ കാണിക്കുന്നത്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് വൈഫ് അവളുടെ വീട്ടിലാണ്, മലപ്പുറത്താണ്. അവൾ അവിടെ പോയിട്ട് വേണം പിക്ക് ചെയ്യാൻ. അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ടൂറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകാംക്ഷയാണ്. ഈ കാര്യമൊക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തൊരു സന്തോഷമാണ് അറിയാം. നമുക്കാണെങ്കിൽ ഈ പഞ്ചിവി കൊണ്ട് ഒന്ന് ലോങ് പോയി നോക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അവളെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ചപ്പോഴാണ് നമ്മുടെ പെങ്ങന്മാരുടെ 2 മക്കളുണ്ട് വീട്ടിൽ നിൽക്കുന്നത്. അവരും ടൂറ് പോരാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടി. വണ്ടിയിൽ 60% റേഞ്ചിലൊക്കെ ചാർജ് കാണിക്കുന്ന സമയത്ത് തന്നെ ആ റേഞ്ച് ആങ്സൈറ്റിയുടെ ചെറുതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഈ വണ്ടി കൊണ്ട് ലോങ് ഒന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് വേഗം സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ചാലക്കുടിക്കടുത്ത് നമ്മുടെ EVOKൻ്റെ ഇലക്ട്രിക് സ്റ്റേഷനും ഉണ്ട്, നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് ഫുഡും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് സാധിക്കുക എന്നുള്ള കാര്യത്തിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ നമ്മൾ ചാർജ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വേറൊരു ടീം വരുന്നത്. അവർക്കാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ ചാർജ് ചെയ്യുക എന്നുള്ളതൊന്നും ഐഡിയ ഇല്ല. അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാണ് ഒന്ന് കറങ്ങാൻ. അവരിപ്പോൾ അതുകൊണ്ട് പെട്ടു എന്നൊക്കെ പറയുന്നത്. അതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ടിയാഗോൻ്റെ മിഡ് റേഞ്ച് വെഹിക്കിളാണ് തോന്നുന്നുണ്ട്. ആകെ 35 കിലോമീറ്റർ കഴിഞ്ഞാൽ ലാസ്റ്റ് ചാർജ് കാണിക്കുന്നത്. അവർക്കാണെങ്കിൽ 70 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവിടുന്ന് പോകുന്നു. 40% വരുന്നു നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ചാർജ്. അവിടെ ചാർജ് ചെയ്തത് 44% ആണ്. അതും ഒരു 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജായി കിട്ടി. യൂണിറ്റ് കിട്ടിയത് 15.83 ആണ്. നമുക്ക് ക്യാഷ് ആയിട്ടുള്ളത് 235 രൂപയാണ്. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന 60% കൊണ്ട് നമ്മൾ യാത്ര ചെയ്തത് 176 കിലോമീറ്ററോളാണ്. അങ്ങനെ ആകുമ്പോൾ 1% വണ്ടിക്ക് 2.9 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. 100% നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 290 കിലോമീറ്ററോളം നമുക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചാർജ് ചെയ്തത് മൈലോൺ ജംഗ്ഷൻ കൊട്ടാരക്കരയിൽ നിന്നാണ്. വണ്ടിയിലാണെങ്കിൽ 26% ആണ് ചാർജ് ലെഫ്റ്റ് ആയിരുന്നത്. അതായത് 58% ചാർജ് കൊണ്ട് ഞങ്ങൾ ഓടിയത് 181 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. 1%-ന് 3.12 കിലോമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 100%-ൽ 312 കിലോമീറ്റർ റേഞ്ച് കാണിച്ചു എന്നർത്ഥം. റേഞ്ച് കൂടി വരുന്നുണ്ട് ലോങ് പോകുന്ന സമയത്ത്. വണ്ടി ചാർജറിൽ കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത്. അതായത് 100% വണ്ടിയിൽ ചാർജാക്കി 74% ചാർജ് ചെയ്യാൻ വന്നിട്ടുള്ളത് 27.24 യൂണിറ്റാണ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചാർജ് വന്നിട്ടുള്ളത് 405 രൂപയാണ്. അതും EVOK എന്ന് പറയുന്ന ചാർജിങ് സ്റ്റേഷനാണ്. EVOK എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾ കേരള വെഹിക്കിൾ അസോസിയേഷൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അതിൽ നമ്മൾ മെമ്പർ ആയവർക്ക് 14.87 രൂപയാണ് ചാർജിന് യൂണിറ്റിന് വരുന്നത്. മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 600 രൂപയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗം നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് കിട്ടിയ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പറയാം.
ഇലക്ട്രിക് വണ്ടി കൊണ്ട് നമ്മൾ ഇത്രയും ലോങ് പോന്നിട്ട് അവസാനം തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ തിരുവനന്തപുരമൊക്കെ സിമ്പിളായിട്ട് ഈ വണ്ടി കൊണ്ട് പോരാൻ പറ്റും. ഒരുപാട് ഇലക്ട്രിക് സ്റ്റേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് കേരളത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ നേരത്തെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ആട്ടി വിട്ടു. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് ഇനി എന്തായാലും ഇവിടെ ഇനി 9:30-10 മണി വരെ ഒന്നും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. നമുക്ക് കോവളം പോകണം. കോവളം ബീച്ച് കണ്ടിട്ട് വേണം നമുക്ക് കന്യാകുമാരിയിലോട്ട് തിരിക്കാൻ. ഇവിടെ ബീച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സളകണ ഒരാളുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ വൈഫ് തന്നെയാണ്. അവൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ കാണൂല. അവൾ അതിൻ്റെ നടുവിലോട്ട് ഓടി എത്തിയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പണ്ട് മുതലേ എന്താ അറിയില്ല, ഒരു പേടിയാണ്. നീന്താൻ ഇങ്ങനെ കുറച്ചൊക്കെ അറിയുള്ളൂ, വലിയ എക്സ്പീരിയൻസ് ഇല്ല. അവൾക്കാണെങ്കിൽ ഒട്ടും അറിയില്ല. എന്നിട്ട് എന്താണെന്ന് അറിയില്ല, ഒരു പേടിയില്ല. വെള്ളത്തിൻ്റെ നടുവിലാക്കാരം എപ്പോഴും ഓടി ഓടി കളിയാക്കാരം. കുറേ പിടിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പക്ഷെ പറഞ്ഞാലും ആ കാര്യത്തിലൊന്നും ആ സമയത്ത് കേൾക്കൂല. പണ്ട് ഫ്രണ്ട്സുമായിട്ട് വന്നതാണ് ഇവിടെ കുറേ വർഷം മുന്നേ. ഞാനൊരു +1 +2 പഠിക്കുന്ന സമയത്ത്. അന്ന് എനിക്കറിയില്ല ഈ ബീച്ചാണോ ഇനി വേറെ ബീച്ച് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. പലരും പറഞ്ഞു ഇവിടെ വേറൊരു ബീച്ചും ഉണ്ട്. ആ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ വന്നിട്ട് ഫോറിനേഴ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തൂടെ. പക്ഷെ ഇപ്രാവശ്യം ഫോറിനേഴ്സൊന്നും കാണാനില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വേറെ ബീച്ചുണ്ട്, ആ ബീച്ചിലായിരിക്കും ഫോറിനേഴ്സ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഫോറിനേഴ്സിനെയും ബാക്കിയുള്ളവരെയും കാണാനൊന്നും ടൈമില്ല. അടുത്തത് നമ്മുടെ കന്യാകുമാരി എന്നുള്ള പോയിൻ്റാണ്. അവിടേക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള തരത്തിലാണ്. ബീച്ചിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്താണ് അവിടെ ബാത്ത് വാഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെക്ഷൻ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് കുളിക്കാനും വാഷ് ചെയ്യാനും എല്ലാവരും പറ്റിയ സെറ്റപ്പ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 20 രൂപ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പറ്റുമോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്നൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴുകി വൃത്തിയാക്കി നല്ല ഒരു ബാത്റൂമും സെറ്റപ്പും. വേഗം നമ്മൾ അവിടെ പോയിട്ട് 20 രൂപ കൊടുത്തിട്ടാണെങ്കിൽ ശരി പെർ ഹെഡ് നമ്മൾ കുളിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വണ്ടിയിൽ വന്ന് കയറിയിട്ട് ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ് അടുത്ത കടമ്പ. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഭക്ഷണം കഴിച്ച് വന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെത്ര റേഞ്ച് എന്താ ഒന്നും കാണിക്കുന്നില്ല. വണ്ടിയിൽ 66% ആയിരുന്നു വണ്ടി ഓഫാക്കുന്ന സമയത്ത്. ഇപ്പോൾ വണ്ടി ഓൺ ആവണ തന്നെയല്ല, ഇങ്ങനെ അതിലെന്തൊക്കെയും മിന്നി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. സ്റ്റാർട്ട് ബട്ടൺ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ കാണിക്കുന്നത്. വേഗം നമ്മൾ ടാറ്റയുടെ ടീമിനെ വിളിച്ചു നോക്കി, അവർ ഫോൺ എടുക്കുന്നില്ല. അവസാനം EV OK എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ കാര്യം അറിയിച്ചു. അപ്പോഴാണ് നമ്മുടെ ഒരു ചേട്ടനെ അതിൻ്റെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ടാറ്റയുടെ ടീമേര് വിളിക്കുമെന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടാറ്റയുടെ ടീമേര് നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് കാര്യം പറയുന്നതിന് ഉള്ളിൽ തന്നെ അവർ നമ്മളെ പ്രോബ്ലം റെസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പെങ്ങന്മാരുടെ കുട്ടികൾ വണ്ടിയിലുണ്ടല്ലോ, അവർ ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുമ്പോൾ കുറേ വട്ടം ഇരുന്ന് നിൽക്കുക ചെയ്ത്. അവർ കുറേ നേരം നിൽക്കി കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി ഓണായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റയുടെ സർവീസുകാരോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ കുറേ ചെയ്തപ്പോഴും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് പറഞ്ഞു.
അതെന്തെങ്കിലും ബഗ്ഗായിരിക്കും, സ്റ്റക്കായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ ഞാനൊന്ന് അവരോട് ഹരം കൂട്ടി. അവിടെ ഒരു കടൽപ്പാലമുണ്ട്, ആ കടൽപ്പാലത്തിന് നടുവിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ നടുവിലൂടെ ഒക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങോട്ട് എല്ലാവരും പിടിച്ച് നടക്കുകയാണ്. വൈഫിനാണെങ്കിൽ തീരെ താല്പര്യമില്ല നടക്കാൻ, അത്രയും കിലോമീറ്റർ നടക്കണ്ടേ, അവളാകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വൈഫ് പറയണത് നമുക്ക് കോഴിക്കോട് കടൽപ്പാലത്ത് നമുക്ക് പോയി നടക്കാമല്ലോ, എന്തിനാണ് ഇവിടെ വന്നിട്ട് കടൽപ്പാലം നടക്കുന്നതെന്നൊക്കെയാണ്. നമുക്ക് കുഴപ്പമില്ല, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ, അങ്ങനെ നടന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ എനർജറ്റിക് ആട്ടോ, അവർ മുമ്പിൽ നടന്നു പോവുകയാണ്. പിടിച്ചിട്ടൊന്നും കിട്ടണില്ല, അത്രയ്ക്ക് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ മക്കളെ ഇന്ന് പവർ കട്ടാണ്, കറണ്ടില്ല, പെട്ടില്ലേ. അവിടെ ചോദിച്ച സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് കറണ്ട് കട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ 31% ചാർജ് ഉള്ളൂ. റിലക്സിൻ്റെ 2 പോയിൻ്റ് ഉണ്ട് അവിടെ ചാർജിങ് സ്റ്റേഷന്. തമിഴ്നാടിൻ്റെ ചാർജിങ് പോയിൻ്റാണ് റിലക്സ് എന്ന് പറയുന്ന കമ്പനി. പോയിൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കറണ്ട് വേണ്ടേ. അവിടെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഏകദേശം ഒരു 5:30-6 മണിക്ക് കറണ്ട് വരുമെന്നാണ്. നമുക്കാണെങ്കിൽ ഇവിടെ സമയം 3:30-4 മണിയായിട്ടുള്ളൂ. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന സമയത്ത് ആ ഹോട്ടലിൽ പെട്ടെന്ന് കറണ്ട് വന്ന സമയത്താണ് ആ ചേട്ടനോട് ചോദിച്ചത് കറണ്ട് വന്നോന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കറണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞു. വേഗം റിലക്സിൻ്റെ പോയിന്റിലോണ്ട് വിളിച്ച് ചോദിച്ച സമയത്ത് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. 31% കൊണ്ട് നമ്മൾ അവിടെ എത്തിപ്പെട്ടു. ചാർജ് ചെയ്തു. 66% നമ്മൾ ചാർജ് ചെയ്തിട്ട് യൂണിറ്റ് 24.59 നമുക്ക് ചാർജ് യൂണിറ്റ് കിട്ടിയത്. നമുക്ക് ചാർജ് ആയത് 450 രൂപീസിനാണ് നമ്മളവിടെ നിന്ന് ചാർജ് ചെയ്തത്. അതായത് ഒരു യൂണിറ്റിന് 18.3. കേരളത്തിൽ നിന്ന് 14 കിട്ടിയിരുന്ന സാധനം ഇവിടെ 18 കിട്ടുക കേട്ടോ. 4 രൂപ കൂടിയിട്ടുണ്ട്. അതായത് 1 കിലോമീറ്ററിന് ഇവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.27 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത്. എന്നാൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടില്ല. അടുത്ത പ്ലാന് എങ്ങോട്ടാന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന കുട്ടികൾക്കും എനിക്കും അവൾക്കും ഒന്നും കന്യാകുമാരി കൊണ്ട് മതിയായിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള വിശേഷങ്ങളുമായി കാണാം. എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.